തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ വള്ളം മറിഞ്ഞ് 3 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. 2 പേരെ രക്ഷപ്പെടുത്തി. അഞ്ചുതെങ്ങ് സ്വദേശികളായ പ്രവീൺ, അലക്സ്, തങ്കച്ചൻ എന്നിവരാണ് മരിച്ചത്. മൃതദേഹം ചിറയൻകീഴ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി എസ് ശരൺ ചേരുന്നു. ശരൺ, എപ്പോഴായിരുന്നു അപകടം? എങ്ങനെയാണ് വള്ളം മറിഞ്ഞത്? ഇന്ന് രാവിലെ 11:30യോടെയായിരുന്നു സംഭവം. ഇന്ന് പുലർച്ചെയാണ് ഇവർ മത്സ്യബന്ധനത്തിനായി പോയിരുന്നത്. തുടർന്ന് 11:30യോടുകൂടി തിരികെ കരയിലെത്തുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇതിനിടയിലാണ് ഈ അഞ്ചുതെങ്ങ് മുസ്ലിം പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് ഈ അപകടം ഉണ്ടാകുന്നത്. അതായത് കരയ്ക്കെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ കടൽക്ഷോഭം രൂക്ഷമാവുകയായിരുന്നു. വലിയ തിര രൂപപ്പെടുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ ബോട്ട് മറിയുകയും ചെയ്തിരുന്നത്. മെഷീൻ വള്ളം മറിഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിരുന്നത്. ഏതായാലും ഈ വള്ളത്തിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 പേർ അപകടത്തിൽപ്പെട്ട് മരിച്ചിരിക്കുന്നു. 2 പേർ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ മരിച്ചവരുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അഞ്ചുതെങ്ങ് സ്വദേശികളായ പ്രവീൺ 32 വയസ്സായിരുന്നു. ഇതോടൊപ്പം അലക്സ് 48 വയസ്സ്, തങ്കച്ചൻ 50 വയസ്സ് എന്നിവരാണ് ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചിരിക്കുന്നത്. ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ ചിറയൻകീഴ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്കറിയാം, നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം അടക്കം കർശന നിർദ്ദേശം നൽകിയിരുന്നതാണ്. പ്രതികൂലമായ കാലാവസ്ഥ രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ തന്നെ കടൽക്ഷോഭം രൂക്ഷമാകാനും ഒപ്പം തന്നെ കാറ്റ് ശക്തമായി വീശാനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഇത് അവഗണിച്ചുകൊണ്ടായിരുന്നു ഇവർ മത്സ്യബന്ധനത്തിന് പോവുകയും ചെയ്തിരുന്നത്. ഇന്ന് രാവിലെ 11:00 കൂടിയാണ് ഈ വള്ളം മറിഞ്ഞത്. അതിനുശേഷമാണ് 3 പേർ മരിക്കുന്ന സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ. ശരി, നന്ദി ശരൺ.